ദൈവം തരുന്ന അനുഗ്രഹങ്ങളും ദൈവം തരുന്ന കൃപകളും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ദൈവം തരുന്ന മുന്നറിയിപ്പുകളെ നമ്മൾ അവഗണിക്കരുത്. ദൈവം തരുന്ന മുന്നറിയിപ്പുകളെ നമ്മൾ ശിരസ ഏറ്റെടുക്കണം. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ ചിന്തയുമായിട്ട് ബന്ധപ്പെട്ടൊരു വചനഭാഗമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവാകുന്ന ശൗലിനെ ശമൂവേലിലൂടെ ദൈവം അഭിഷേകം ചെയ്യുമ്പോൾ അവനോട് പറഞ്ഞ ചില കാര്യങ്ങൾ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക് ഒരുമിച്ചെടുക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം 1-ാമത്തെ വാക്യം. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ചു പറഞ്ഞത്, യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമീൻ്റെ അതിരിങ്കലെ സെൻസഹിൽ റാഹേലിൻ്റെ കല്ലറക്കരികെ വെച്ച് 2 ആളെ കാണും. നീ അന്വേഷിപ്പാൻ പുറപ്പെട്ടു പോന്ന കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു. നിന്റെ അപ്പന് കഴുതയെക്കുറിച്ചുള്ള ചിന്ത വിട്ട് എൻ്റെ മകന് വേണ്ടി ഞാൻ എന്ത് ചെയ്യേണ്ടിയെന്ന് പറഞ്ഞ് നിങ്ങളെക്കുറിച്ച് വിഷാദിച്ചിരിക്കുന്നുവെന്ന് നിന്നോട് പറയും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗമാണ്. ആമേൻ. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിലൊന്നും കാണാതെ ഇരിക്കത്തില്ലെന്ന് യെശയ്യാപ്രവചനത്തിലൊരു വാക്യമുണ്ട്. നമ്മൾ വചനം പഠിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം. ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോൾ എനിക്കൊരു ഭയങ്കര ദൈവചിന്ത കിട്ടി. അതാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായിട്ട് ശൗലിനെ ദൈവം അഭിഷേകം ചെയ്യുന്നൊരു സമയം. അതുവരെയും അവർ നയിച്ചു വന്നത് ആരാ? സ്വർഗത്തിലെ ദൈവമാണ്. അതാത് സമയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഓരോരോ ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും. ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് വരുന്ന സമയത്താണ് ജാതികളിലോട്ട് നോക്കിയപ്പോൾ തലയിൽ കിരീടമുള്ള, സിംഹാസനത്തിലിരിക്കുന്ന, കയ്യിൽ വാളുള്ള, ചുറ്റും പരിചാരകരുള്ള രാജാക്കന്മാരെ ഇസ്രായേൽ മക്കൾ കാണുക. പറയുക, അവരെ പോലെ ഞങ്ങൾക്കും രാജാവിനെത്താം, അവരെ പോലെ ഞങ്ങൾക്കും രാജാവിനെത്താം. ഇത് ദൈവത്തിനും ശമൂവേലിനും എന്തായി? അനിഷ്ടമായെങ്കിലും അവരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കാനായിട്ട് ദൈവം അങ്ങ് തയ്യാറായി. അതാ പ്രിയ ദൈവമക്കളെ നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ല അല്ലെങ്കിലും നമ്മൾ വാശി പിടിച്ചാൽ ദൈവം ചിലപ്പോൾ ചിലത് അനുവദിക്കും കേട്ടോ. പക്ഷെ നമുക്കത് പ്രയോജനമാകത്തില്ല, നമുക്കത് ദുഃഖമായിട്ട് മാറും. അങ്ങനെ ശമൂവേല് ശൗലിനെ അഭിഷേകം ചെയ്യുന്ന ഭാഗമായി 10-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പൻ്റെ കഴുതയെക്കുറിച്ചുള്ള ചിന്തയുമായിട്ട് ഇറങ്ങിത്തിരിച്ചൊരു യൗവനക്കാരൻ. യാതൊരു സാധ്യതയും ഇല്ല അവൻ്റെ മേൽ അഭിഷേക തൈലം വീഴുമെന്ന്. ഞാനിത് പറയുമ്പോൾ തന്നെ അൺഎക്സ്പെക്റ്റഡായിട്ട് ദൈവത്തിൻ്റെ ഫേവർ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും കേട്ടോ. അപ്രതീക്ഷിതമായിട്ട് ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. വിശ്വസിക്കണം ഈ ദൂത്. കണ്ണമടച്ച് ഈ ദൂത് വിശ്വസിക്കണം. ആമേൻ. കഴുതെ തിരക്കി ഇറങ്ങിയതാ. വന്നു ചേർന്നത് എവിടാ? ശമൂവേലിൻ്റെ അടുത്താ. ഞാൻ ചിന്തിക്കുന്ന ആ കഴുതെ മാറ്റിയത് ആരായിരിക്കും? സ്വർഗത്തിലെ ദൈവം തന്നെയായിരിക്കും. എന്തിനു വേണ്ടിയാ? ശൗലിനെ ശമൂവേലിൻ്റെ അടുത്ത് കൊണ്ടുചെല്ലാൻ. ഞാൻ ചിന്തിക്കുന്നത് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മീനെപ്പോലും പത്രോസിന് കിട്ടാതിരുന്ന ദൈവം തന്നെയാണ്. അതങ്ങനെ ചെയ്ത ദൈവം തന്നെയാണ്. എന്താ? 2 പടക് നിറയ്ക്കുമാറാക്കിയിട്ട് എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുമെന്നാക്കാമെന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതി അവന് നിറവേറാൻ വേണ്ടി. അതേ പ്രിയ ദൈവവൈതലേ, നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു ദുരന്തങ്ങളും, നിൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഒരു പ്രശ്നങ്ങളും ആകസ്മികമായിട്ടുണ്ടാകുന്നതല്ല. ദൈവത്തിന് അതിനകത്ത് എന്തോ ഒരു മുൻനിർണയമുണ്ട്. അത് ഈ ദിവസങ്ങളിൽ നിറവേറും കേട്ടോ. ചിലപ്പോൾ 1 മാസം, 2 മാസം, 1 വർഷം, നിങ്ങളുള്ള ബന്ധത്തിൽ എത്ര നാളാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത് കഴിയുമ്പോൾ ഒരു ദൈവപ്രവൃത്തി നിങ്ങളിൽ നടക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നോക്കിയേ, നമ്മെ ഈ തൈലപാത്രം എടുത്ത് അവൻ്റെ തലയിൽ അഭിഷേകം തൈലം ഒഴിച്ചിട്ട്, ഏതഭിഷേകമാ? രാജകീയ അഭിഷേകം. രാജകീയ അഭിഷേക തൈലം ഈ ശൗലിൻ്റെ തലയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ്, യഹോവ ഇന്ന് നിന്നെ തൻ്റെ അവകാശത്തിൻ്റെ പ്രഭുവായി. കണ്ടോ, ഓരോരുത്തരും ഭയങ്കര അർത്ഥമുണ്ട്, ഓരോ വാക്കിനും ഭയങ്കര മീനിങ്. തൻ്റെ അവകാശത്തിൻ്റെ പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഇനി മുതൽ നീ നിനക്കുള്ളവനല്ല, അപ്പൻ്റെ കഴുതയ്ക്ക് വേണ്ടിയുള്ളവനല്ല. പിന്നെയോ ആ കഴുതയെ കണ്ടുകിട്ടിയേക്കുക. കഴുതയുടെ കാര്യം വിട്, നിന്നെക്കുറിച്ച് ദൈവത്തിന് ഭയങ്കര പദ്ധതിയുണ്ട്. ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ ദൈവകൃപയുള്ള ചിലർ, പിന്മാറ്റത്തിൽ പോയ ചിലർ, ദൈവമായിട്ട് ഉള്ള റിലേഷന് ബന്ധം മുറിഞ്ഞ ചിലർ ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഒരു റീകൺസിലേഷനിലേക്ക്, ഒരു പുനഃക്രമീകരണത്തിലേക്ക്, ഒരു പുനഃസമർപ്പണത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരികയാണ്. എന്തിനു വേണ്ടിയാ? നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്.
ശുലാറാബാനാമ സിയാലറാമാനാമ. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിന്നി നിറവേറാത്തിടത്തോളം കാലം ഇസ്രായേൽ ജനം മരുഭൂമി വട്ടം കറങ്ങുന്നത് പോലെ വട്ടം കറങ്ങത്തേ ഉള്ളൂ. ഏൽപ്പിച്ചു കൊടുക്കും മറിയെപ്പോലെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അവൾക്ക് എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞ ആമേൻ യോസഫ് എന്ന് പറയുന്ന യൗവനക്കാരൻ അവൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. ആമേൻ സമൂഹം മൊത്തം അവളെ ഒറ്റപ്പെടുത്താൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ വന്നത് പരിശുദ്ധാത്മാവാണെന്നും ഹല്ലേലൂയ ദൂതനാത് വന്ന് പറഞ്ഞെന്നും ബോധ്യപ്പെട്ട സഹോദരി വരുംവരായികളെക്കുറിച്ച് ചിന്തിക്കാതെ ആ ദൈവകൃപയ്ക്കായിട്ട് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവപുത്രൻ്റെ ജനനം അവിടെ നടക്കുകയാണ്. ചില മേഖലയിൽ ദൈവപൈതൽ നീ പെയിൻ എടുക്കാതെ ആമേൻ ആമേൻ ഹല്ലേലൂയ വിലയുള്ളത് നിനക്ക് കിട്ടത്തില്ല കേട്ടോ. വിലയുള്ളത് ചിലത് വേണോ, ദൈവത്തിന് വില കൊടുത്തേ തീരത്തുള്ളൂ. ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുക. നാളെ നമ്മൾ വീണ്ടും ഈ വചനഭാഗം ചിന്തിക്കും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വിലപിടിപ്പുള്ളത് അങ്ങ് ഞങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന അറിയിച്ചല്ലോ. വിലയുള്ളത് ചിലത് ആമേൻ ഞങ്ങളിൽ നിന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നല്ലോ. ഹല്ലേലൂയ. മടി പിടിച്ചിരിക്കുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അങ്ങ് ഞങ്ങളോട് പറഞ്ഞല്ലോ എത്രത്തോളം മടി പിടിച്ചിരിക്കുമെന്ന്. നോ, വിലയുള്ളവരായി വിശ്വസ്തരായി അങ്ങേ മുറുകെ പിടിച്ച് യാത്ര ചെയ്യാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഈ വചന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും അസാധാരണമായ ചലനങ്ങൾ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.